വ്യക്തമായിട്ടുള്ള ട്വിസ്റ്റും ക്ലൂവും വെച്ച് സിനിമ ചെയ്തത് സാറിന് ഒരു റിസ്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, ആ റിസ്ക് എടുക്കുക എന്നുള്ളതല്ലേ ഒരു ഫിലിം മേക്കറിൻ്റെ ഇത്. ഞാൻ എന്തിനാ പേടിച്ചോടണത്? ശരിക്കും അതൊരു റിസ്ക് അല്ലായിരുന്നു ഈ ഒരു? അതെ, തീർച്ചയായിട്ടും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു റിസ്ക്കും ഒരു അതിനേക്കാളേറെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രില്ലർ. ഒന്നാമത് എന്നാണെന്നറിയോ, ഞാനായിട്ടെന്നല്ല, എൻ്റെ സിനിമകളിൽ കുറച്ച് ചെയ്ത് ഞാൻ പണി മേടിച്ചതാണ്. എൻ്റെ സിനിമകളിൽ കുറേ ത്രില്ലർ സിനിമകളിലെല്ലാം ഭയങ്കര ട്വിസ്റ്റും ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ത്രില്ലർ സിനിമ എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് വേണം എന്നൊരു തോന്നൽ കുറച്ച് ഓഡിയൻസിനുണ്ട്. എല്ലാവർക്കും എന്നല്ല, കുറച്ച് ഓഡിയൻസിനുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രില്ലർ മൂഡ് വന്ന ജിത്തു ജോസഫ് അപ്പം ട്വിസ്റ്റ് ഉറപ്പ് എന്ന് വരും. എനിക്കത് ബ്രേക്ക് ചെയ്യണം. അതിന് പറ്റിയ ഒരു സബ്ജക്റ്റായിട്ട് എനിക്ക് തോന്നി. ത്രില്ലർ മൂഡുണ്ട്, ട്വിസ്റ്റും സസ്പെൻസും ക്യൂരിയോസിറ്റി ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അതിനല്ല ഇമ്പോർട്ടൻസ്. ഈ സിനിമയുടെ ഇമ്പോർട്ടൻസ് ഇതിൻ്റെ ഇമോഷണൽ സൈഡാണ്. ഇതിനകത്ത് 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ 2 ക്യാരക്ടേഴ്സിൻ്റെയും അവരെ സറൗണ്ട് ചെയ്യുന്ന അവരുടെ ക്യാരക്ടേഴ്സിൻ്റെയും ഇമോഷൻസ് ഉണ്ട്. അതിനകത്ത് ഇപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ ASI വിദ്യ എന്ന് പറയുന്ന ലിയോണയുടെ ക്യാരക്ടർ ഏറ്റവും സട്ടിൽ ഇമോഷൻസ് വർക്ക് ചെയ്യേണ്ടതാണ്. പുള്ളിക്കാരത്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസുകാരിയായിട്ട് അവിടെ നിൽക്കുമ്പോഴും ഒരു ഹൈറാർക്കിയുടെ ഭാഗമായിട്ട് പലതും ചെയ്യേണ്ടി വരുന്നു. പക്ഷെ പുള്ളിക്കാരത്തേക്ക് പലതിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. കൈൻഡ് ഓഫ് ഇമോഷൻ അത് ചില സട്ടിൽ റിയാക്ഷനിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം ഷീ കാൺട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. ഒരു ഹൈറാർക്കിയുടെ ഇതിലാണ്. ബാക്കിയുള്ള അവർക്കെല്ലാം സംസാരിക്കാം, അവർക്ക് ഇത് ചെയ്യാം, അവർ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. അപ്പോൾ ഇത് മെയിൻ 2 ക്യാരക്ടർ, അവരുടെ സറൗണ്ടിങ് ക്യാരക്ടർ, ഇർഷാദിൻ്റെ ക്യാരക്ടർ, ഇർഷാദിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അത് കുറച്ചുകൂടെ പ്രകടമാക്കുന്നുണ്ട്. അപ്പം ഇറ്റ്സ് ഫുൾ ഇവരുടെ ഇമോഷൻസ് ആണ് ഈ സിനിമയുടെ മേജർ ഇത്. നമ്മൾ അതിനെ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു ത്രില്ലറും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂഡിലാണ് പോകുന്നത്. ഒരു ക്രൈമുണ്ട്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. ഇൻവെസ്റ്റിഗേഷനൊക്കെ ആ ഒരു പ്രാധാന്യം ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. അതിന് മുകളിലാണ് ഇമോഷൻ. ആ ഇമോഷൻ ആയിരിക്കാം ഇപ്പം എനിക്ക് കിട്ടുന്ന ഓഡിയൻസ് ഫീഡ്ബാക്സിൽ സാധാരണ ഓഡിയൻസ് പറയുന്നത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു, ഞങ്ങൾക്ക് ഭയങ്കര. അതിന് വേറൊരു ഫാക്ടറുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ഹെവിനെസ് ആണ് ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്നൊക്കെ പറയുന്ന ഇത് വരുന്നത്. അതുകൊണ്ടാണ് അവരെ എവിടേക്കോ അത് ടച്ച് ചെയ്യുന്നുണ്ട്. അതായിരുന്നു നമ്മുടെ ഉദ്ദേശം. ശരിക്കും വ്യത്യസ്തമായിട്ട് എപ്പോഴും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സിനിമ പിടിച്ചാണോ അത്? എക്സാക്ട്ലി. കാരണം ഡിനു, അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ ഡിനുവിനാണ് കൊടുക്കുന്നത്. എൻ്റെ ഡിനു തോമസ് എന്ന് പറഞ്ഞ റൈറ്റർ ഈ സ്ക്രിപ്റ്റുമായിട്ട് വന്ന് എൻ്റെ അടുത്ത് നിന്ന് വായിച്ചപ്പോൾ എനിക്ക് കഥ നരേഷനായിരുന്നു. കഥ പറഞ്ഞ് തുടങ്ങിയപ്പോൾ ഞാൻ ഒരു യൂഷ്വൽ ത്രില്ലർ സിനിമയുടെ ബോട്ടിലെ ആണോ എന്ന് പോയിട്ട്, പക്ഷെ അവിടുന്ന് സിനിമ അങ്ങ് മാറി. ഈ ഇൻ്റർവെല്ലിൽ ഒരു സംഭവം നടക്കുമ്പോൾ അപ്പോൾ ഇനി എങ്ങനെയാ എനിക്കത് ഭയങ്കര പുതുമ തോന്നി. അവിടെ നിന്നുള്ള ഒരു ട്രാവൽ, അതാണ് ഈ സിനിമയെ ഞാൻ ചെയ്യാൻ മെയിൻ കാരണം. ഇനിയും ചിലപ്പോൾ ഞാൻ ഈ ത്രില്ലറും ഇങ്ങനത്തെ മൂഡിലുള്ള സിനിമകൾ എനിക്ക് ചെയ്യേണ്ടി വരും. എല്ലാത്തിലും എനിക്ക് ട്വിസ്റ്റ് ഇടാൻ പറ്റത്തില്ല. ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഒരു ഡിഫറെൻറ്റ് ഫിലിംസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഒരു ഫിലിം മേക്കർക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്തതാണ്. സാറ്